നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ദുർബലമായി എങ്കിലും കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കും. വിഷു കഴിയുന്നതുവരെ കേരളത്തിൽ ഇടിയോടുകൂടിയുള്ള മഴ പല സമയങ്ങളിലായി ലഭിക്കാനാണ് സാധ്യത. മധ്യ കേരളത്തിൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ പുലർച്ചെ ശക്തമായ മഴ ലഭിച്ചു. ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ഒറ്റപ്പെട്ടയിടങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിലും ആലപ്പുഴ ജില്ലയിലെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകളും കടലാക്രമണവും ഉണ്ടായേക്കാം. ആലപ്പുഴയിലും എറണാകുളത്തും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഏപ്രിൽ പകുതി എത്തുന്നതോടെ വീണ്ടും കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരും. പ്രീ മൺസൂൺ മഴയെന്നുള്ള ശക്തമായ വേനൽ മഴ വരുന്ന ആഴ്ചകളിൽ ലഭിക്കും. ഇതോടൊപ്പം ന്യൂനമർദ്ദ പാത്തി, ചക്രവാത ചുഴി, MJO ഉൾപ്പെടെയുള്ള അന്തരീക്ഷ ഘടകങ്ങളും മഴയ്ക്ക് അനുകൂലമാകും. കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇപ്പോൾ ദുർബലമായി മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുകയാണ്. ന്യൂനമർദ്ദം ദുർബലമായി ചക്രവാത ചുഴിയാണ് ഇവിടെ ഇപ്പോൾ നിലകൊള്ളുന്നത്. എങ്കിലും ഇത് പടിഞ്ഞാറൻ കാറ്റിനെ നേരിയ തോതിൽ ചില സമയങ്ങളിൽ ആകർഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കരകയറി വരുന്ന മേഘങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പടിഞ്ഞാറൻ തീരത്ത് മഴ നൽകിയത്. ഇടിയില്ലാതെ ഉണ്ടാകുന്ന മഴയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതേസമയം പടിഞ്ഞാറൻ കാറ്റ് കിഴക്കൻ കാറ്റുമായി സംഗമിച്ച് ഇടിയോടുകൂടി മഴ ലഭിക്കുന്ന സാഹചര്യവും കേരളത്തിൽ തുടരുന്നുണ്ട്. അതിനാൽ കേരളത്തിൽ ഇടിയുള്ള മഴയും ഇടിയില്ലാത്ത മഴയും പല സ്ഥലങ്ങളിലായി കാറ്റിന്റെ സഞ്ചാരത്തിനും ദിശയ്ക്കും അനുസരിച്ച് ലഭിക്കും. കേരളത്തിൽ ചൂടിനും അല്പം കുറവുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് അന്തരീക്ഷ താപനില മൂലമല്ല, അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് കൂടിയത് മൂലമാണ്. അന്തരീക്ഷ താപനിലയിൽ കേരളത്തിൽ എല്ലായിടത്തും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മാറ്റമുണ്ട്. സാധാരണ കേരളത്തിൽ വിഷുവിനോടനുബന്ധിച്ച് മഴ ഉണ്ടാകാറുണ്ട്. പകൽ താപനിലയിൽ കേരളത്തിൽ ചൂട് കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും രാത്രി താപനില കേരളത്തിൽ കൂടുകയാണ്. ഇതിനിടെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യനെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ മുൻകരുതൽ കാർമികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലും ജനലും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതെ ഇരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമികങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടൻ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നതും ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷങ്ങളിലോ ഇരിക്കരുത്. ഇത് അപകടം ക്ഷണിച്ചു വരുത്തും. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കും. അതേസമയം പൊടിക്കാറ്റുകളുടെ കാലം കൂടിയാണ്.
മംഗോളിയയിൽ നിന്ന് വീശിയടിച്ച് ഒരു പൊടിക്കാറ്റ് ചൈനയുടെ വടക്ക് കിഴക്കൻ മേഖലകളെ ഓറഞ്ച് നിറമാക്കി കടന്നു പോവുകയാണ്. റിയാദിലും പൊടിക്കാറ്റ് വീശുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ദില്ലിയിൽ ചെറിയ തോതിൽ പൊടിക്കാറ്റ് വീശിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ ദില്ലിയിലെ ചില ഭാഗങ്ങളിൽ വീശിയത് അതിശക്തമായ പൊടിക്കാറ്റെന്നാണ് റിപ്പോർട്ട്. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വീഡിയോകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കപ്പെടുന്നത്. അപ്രതീക്ഷിതവും അതിശക്തവുമായ പൊടിക്കാറ്റിൽ വിമാനങ്ങൾ ആടിയുലയുന്നുണ്ടെന്നും ബഹുനില കെട്ടിടങ്ങൾ കുലുങ്ങിയെന്നും പറയുന്നുണ്ട്. ഏതാണ്ട് 20 മിനിറ്റ് നീണ്ടുനിന്ന ഭൂമികുലുക്കം പോലെയാണ് അത് അനുഭവപ്പെട്ടതെന്ന് ഒരാൾ എക്സിൽ എഴുതി. വീഡിയോയിൽ വിമാനങ്ങൾ കുലുങ്ങുന്നതിന്റെയും ആകാശം ഓറഞ്ച് നിറമാക്കി പൊടിക്കാറ്റ് വീശിയടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ കാണാം. എന്റെ കെട്ടിടം അക്ഷരാർത്ഥത്തിൽ കുലുങ്ങി. 20ാമത്തെ നിലയിൽ ലൈറ്റുകൾ മിന്നിക്കത്തി. ഭ്രാന്തമായ കാറ്റ് ദില്ലി NCR പ്രദേശത്ത് വീശിയടിച്ചു. അതിശക്തമായ കാറ്റിൽ കെട്ടിടം കുലുങ്ങി. എന്റെ ഫ്ളാറ്റിലെ ലൈറ്റുകൾ പെൻഡുലം പോലെ വിറച്ചു. 20 മിനിറ്റ് നേരം നീണ്ട പോലെ നിന്ന ഭൂകമ്പം. എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ലിഫ്റ്റ് ഉപയോഗിച്ച് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഒരാൾ റെഡിറ്റിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഗുഡാവിലെ പൊടിക്കാറ്റ് അത് മഹാദുരന്തം പോലെ തോന്നിച്ചു. മറ്റൊരാൾ കൂറ്റൻ കെട്ടിടങ്ങളെ പോലും മറച്ചു വീശിയടിക്കുന്ന പൊടിക്കാറ്റിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചു. അതിശക്തമായ പൊടിക്കാറ്റിൽ ദില്ലി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങേണ്ടിയിരുന്ന 15ഓളം വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടിരുന്നു. അതേസമയം തൊട്ടടുത്തുള്ള മരങ്ങളെയും കെട്ടിടങ്ങളെ പോലും മറച്ചുകൊണ്ട് വീശിയടിക്കുന്ന പൊടിക്കാറ്റിന്റെ നിരവധി വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുകയാണ്. ഇന്ദിരാഗാന്ധി വിമാനത്താവള പരിസരത്ത് 74 കിലോമീറ്റർ വേഗത്തിലാണ് പൊടിക്കാറ്റ് വീശിയതെന്നാണ് IMD റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 350ൽ പരം വിമാനങ്ങളാണ് വൈകിയത്. കാത്തിരുന്ന് വലഞ്ഞ യാത്രക്കാർ പ്രതിഷേധിച്ചു. ഫോട്ടോയും വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ യാത്രക്കാർ പങ്കുവച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് പ്രതികൂല കാലാവസ്ഥ വിമാന സർവീസിനെ ബാധിച്ചിരുന്നു. സാഹചര്യം മെച്ചപ്പെട്ടെന്നും ചില വിമാന സർവീസുകളെ ഇപ്പോഴും ബാധിച്ചിട്ടുണ്ടെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഒരു റൺവേയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 2 മാത്രമാണ് പ്രവർത്തിക്കുന്നത്. സാഹചര്യം മെച്ചപ്പെട്ടെന്നും ചില വിമാന സർവീസുകളെ ഇപ്പോഴും ബാധിച്ചിട്ടുണ്ടെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഒരു റൺവേയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 2 മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഡൽഹിയിലേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകൾ സാരമായി ബാധിച്ചു. പൊടിക്കാറ്റ് കാരണം നിരവധി വിമാനങ്ങൾ മറ്റു നഗരങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. പ്രധാന റൺവേ നവീകരിക്കുന്നതിനായി അടച്ചിട്ടിരിക്കുന്നതിനാൽ യാത്രയ്ക്ക് അധിക കാലതാമസമുണ്ടായി. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ഉച്ചയ്ക്ക് 2 വരെ IGI വിമാനത്താവളത്തിൽ നിന്നുള്ള 350 വിമാന സർവീസുകളെ ബാധിച്ചതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദുരിതം അനുഭവിച്ചത്. 40 മിനിറ്റിലധികം സമയമാണ് കാലതാമസം നേരിട്ടത്. ഏതാനും വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. മണിക്കൂറിൽ 74 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റാണ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നത്. കാറ്റിന്റെ വേഗതയിലുണ്ടായ മാറ്റം വിമാനങ്ങളുടെ ടേക്ക് ഓഫുകളെയും ലാൻഡിങ്ങുകളെയും ബാധിച്ചു. എയർ ട്രാഫിക് കൺട്രോൾ ഏകദേശം 45 മിനിറ്റോളം പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു. യാത്രയ്ക്കിടെ തടസ്സം നേരിട്ടതോടെ വിമാനത്താവളത്തിൽ യാത്രക്കാർ തിങ്ങി നിറയുകയായിരുന്നു. സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന് വിമാന കമ്പനികൾക്ക് വ്യക്തമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല. യാത്രക്കാർക്കുണ്ടായ അസൗകര്യങ്ങളിൽ ഖേദിക്കുന്നതായി വിമാന കമ്പനികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.